ചില ഓർമ്മകൾക്ക് ഒരിക്കലും നിറം മങ്ങാറില്ല. ജീവിതത്തിലെ ആദ്യ പ്രണയവും അത്തരത്തിലൊന്നാണ്. ഒരു പഴയ പാട്ട്, പരിചിതമായ ഒരു സുഗന്ധം, ഒരിക്കൽ കൈകോർത്തു നടന്ന വഴികൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം. ഇവയെല്ലാം വർഷങ്ങൾക്കു ശേഷവും ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകളെ മനസ്സിലേക്ക് തിരികെ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും വികാരങ്ങളുടെ കളിയല്ല. മനുഷ്യന്റെ തലച്ചോറും ഹോർമോണുകളും ഓർമ്മകളെ സൂക്ഷിക്കുന്ന രീതിയുമാണ് ആദ്യ പ്രണയത്തെ ജീവിതകാലം മുഴുവൻ മായാത്ത അനുഭവമാക്കി മാറ്റുന്നത്. പലർക്കും ആദ്യ പ്രണയം സംഭവിക്കുന്നത് കൗമാരത്തിലോ യൗവനത്തിന്റെ തുടക്കത്തിലോ ആണ്. ഈ പ്രായത്തിൽ തലച്ചോറിന്റെ ഓർമ്മശേഷി വളരെ സജീവമാണെന്ന് ന്യൂറോ സൈക്കോളജി വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് ശക്തമായ വികാരങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ തലച്ചോറ് കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. സന്തോഷവും ആവേശവും പ്രതീക്ഷയും ചിലപ്പോൾ ഹൃദയഭേദകമായ വേദനയും നിറഞ്ഞ ആദ്യ പ്രണയം അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒരനുഭവം ആവർത്തിച്ചോർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നാഡീപാതകൾ കൂടുതൽ ശക്തമാകുന്നു. ആദ്യ ഡേറ്റ്, ആദ്യമായി കൈകോർത്ത നിമിഷം, ആദ്യ ചുംബനം, ഒരുമിച്ച് ചെലവഴിച്ച ചെറിയ നിമിഷങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നു വരുമ്പോൾ അവയുടെ ഓർമ്മയും കൂടുതൽ ഉറച്ചതാകുന്നു. പ്രത്യേകിച്ച് വേർപിരിയലിന് ശേഷവും ഈ ഓർമ്മകളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവ മാഞ്ഞു പോവാതെ കൂടുതൽ തീവ്രമാകും. പ്രണയത്തിൽ സന്തോഷവും അടുപ്പവും സൃഷ്ടിക്കുന്നതിൽ ശരീരത്തിലെ ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട്. ഡോപാമൈൻ, സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ രാസവസ്തുക്കൾ സന്തോഷം, വിശ്വാസം, ബന്ധം, സുരക്ഷിതത്വം എന്നിവയുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് ഓക്സിറ്റോസിൻ ബോണ്ടിംഗ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഒരുമിച്ച് സമയം ചെലവിടുന്നതും സ്പർശനവും സ്നേഹപ്രകടനങ്ങളും ഈ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിച്ച് വൈകാരിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. ആദ്യ പ്രണയം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. ആദ്യ ഡേറ്റിംഗ്, ആദ്യ ചുംബനം, ആദ്യ വിശ്വാസം, ആദ്യ നിരാശ, ആദ്യ ഹൃദയവേദന, അങ്ങനെ ജീവിതത്തിലെ നിരവധി പുതിയ അനുഭവങ്ങൾ ഈ കാലഘട്ടത്തോടൊപ്പം ചേർന്നിരിക്കും. വിട്ടുവീഴ്ച ചെയ്യാനും മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുവാനും പഠിക്കുന്ന ഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യ പ്രണയം വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഭാഗമാകുന്നു. പ്രണയത്തിലായിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോപാമൈൻ, എൻഡോർഫിൻ തുടങ്ങിയ രാസവസ്തുക്കൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇവയാണ് സന്തോഷവും സംതൃപ്തിയും നൽകുന്നത്. അതിനാൽ ബന്ധം അവസാനിച്ചാലും പലപ്പോഴും നഷ്ടബോധം ആ വ്യക്തിയെക്കുറിച്ചല്ല, ആ ബന്ധം സമ്മാനിച്ച സന്തോഷത്തെക്കുറിച്ചായിരിക്കും. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷവും പഴയ ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് മടങ്ങിയെത്തുന്നത്. ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകൾ യൗവനകാലത്ത് മാത്രം ഒതുങ്ങുന്നില്ല. 80ഉം 90ഉം വയസ്സുള്ളവരുമായി നടത്തിയ പഠനങ്ങളിൽ പോലും പലരും ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഓർമ്മകളിൽ ഒന്നായി ആദ്യ പ്രണയത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. കാരണം അത് ജീവിതത്തിൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ പ്രതീകമാണ്.